ഇന്ന് നമ്മളൊരു ഇൻസ്പയറിംഗ് ജേണി നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഒരു BDS സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവരുടെ UG ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വളരെ പ്രൂവണായിട്ട് തെളിയിച്ച ഡോക്ടർ ശിവദത്താണ് നമ്മൾ കൂടെ ഉള്ളത്. അക്കാഡമിക്സിൽ മാത്രമല്ല, ഇന്നോവേഷൻസ്, റിസർച്ച്, അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഏരിയയിൽ പല ഏരിയ എക്സ്പ്ലോർ ചെയ്ത് ഇന്ന് നമ്മുടെ ബെസ്റ്റ് 2025 ഏറ്റവും ബെസ്റ്റ് UG ഡെൻ്റൽ സ്റ്റുഡൻസായി മാറിയിട്ടുള്ള ഡോക്ടർ ശിവദത്താണ് നമ്മളെ കൂടെ ഉള്ളത്. വെൽക്കം ശിവദിത്ത്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് സീരീസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ പ്യുവർലി നമ്മുടെ ഡെൻ്റൽ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ UG ലൈഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. സോ ശിവദത്ത്, എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താ പറയുക, ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡെൻറ്റിസ്ട്രിയിൽ എങ്ങനെ എത്തി? കുറേ കാര്യങ്ങൾ UG ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എപ്പോഴാണ് തോന്നിയത് ആക്ച്വലി? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ആഷിഖ് സാറിനും DBMCA കാലിക്കറ്റിനും ഒരുപാട് നന്ദി. സോ എൻ്റെ പലരും നമ്മൾ BDSലേക്ക് വരുന്നത് MBBS കിട്ടാതെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടാണ്. പക്ഷേ എൻ്റെ തേർഡ് ഓപ്ഷനായിരുന്നു BDS. എനിക്ക് MBBS കിട്ടിയില്ല. പിന്നെ എനിക്ക് NIT റൗർക്കയില്ല, ഒഡീഷയിലാണ് എനിക്ക് ഡുവൽ ഡിഗ്രി കിട്ടിയത്. പക്ഷേ വീട്ടുകാർക്കും എല്ലാവർക്കും ഡോക്ടർ ആക്കണമെന്നൊരാഗ്രഹം, അങ്ങനെയാണ് BDSലേക്ക് വരുന്നത്. സോ നമ്മൾ ഏതൊരു കോഴ്സ് എടുത്താലും നമ്മൾ അതിൽ ബെസ്റ്റ് ആവണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എല്ലാവരും പറയും നമുക്ക് BDSലാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് കിട്ടാൻ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അങ്ങനെയാണ്. പക്ഷേ ഐ എക്സ്പ്ലോർഡ് എ ലോട്ട് ഓഫ് അവന്യൂസ് വിത്തിൻ BDS. കാരണം നമ്മളുടെ BDS ഒട്ടും ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത സാധനമല്ല. അതിൽ ഒരുപാട് പലരും എക്സ്പ്ലോർ ചെയ്യാത്ത സാധനങ്ങളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയാണ് ഇന്നോവേഷൻസ്, റിസർച്ച് അതിലേക്കൊക്കെ വന്നത്. UG എവിടെയാണ് ചെയ്തത്? കോളേജ് എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓഡിയൻസിന് ആവശ്യമുണ്ടോ അത് കേൾക്കണ്ടേ? ഓക്കെ, ഞാൻ BDS ചൂസ് ചെയ്യാൻ തന്നെ ഏറ്റവും ഒരു വലിയ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടും എൻ്റെ കോളേജും തമ്മിൽ ജസ്റ്റ് 3.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരെ ഒഡീഷയിൽ പോയി പഠിക്കുന്നതിനേക്കാളും തൊട്ടടുത്ത് പോയി പഠിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമുക്ക് PMS കോളേജ് ഓഫ് ഡെൻ്റൽ സയൻസ് ആൻഡ് റിസർച്ചിലാണ് ഞാൻ പഠിച്ചത്. സോ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഏത് സമയത്താണ് ഇങ്ങനത്തെ ഏരിയയിലേക്ക് എക്സ്പ്ലോർ ചെയ്യണം? മോർ ദാൻ നമ്മൾ യൂഷ്വലി BDS സ്റ്റുഡൻസ് കണ്ടിട്ടുള്ളത് യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്നു, എക്സാം പാസ്സാവുന്നു, ഇൻറ്റേൺഷിപ്പ് ആവുന്നു, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. ബട്ട് ഏതൊരു സമയത്താണ് ഇങ്ങനെ പല ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏതൊരു സമയത്താണ്? അതിൻ്റെ ഒരു മോട്ടോ എന്താണ് ലൈക്ക് ഇങ്ങനത്തെ ഏരിയക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കാനുള്ള കാരണം? അത് എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനമാണ് ഞാൻ നമ്മളുടെ സ്റ്റേറ്റ് ഡെൻ്റൽ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ സീനിയേഴ്സൊക്കെ പേപ്പർ പ്രസൻറ്റേഷൻസ്, പോസ്റ്റർ പ്രസൻറ്റേഷൻസ് ചെയ്യുന്നു എന്നുള്ളത് കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ പലരും പറഞ്ഞത് ഇൻറ്റേൺസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കുള്ളതല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി HOD ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോസ്റ്റോ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ സുദീപ് സാറിനെ ചെന്ന് കാണുകയാണ്. അപ്പോൾ സാറാണ് പറയുന്നത് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാൻ. സോ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഐ വാസ് ദി യങ്ങസ്റ്റ് കാൻഡിഡേറ്റ് ദെയർ. ബാക്കി എല്ലാവരും ഇൻറ്റേൺസും ഫൈനൽ ഇയേഴ്സും ഒക്കെ ആയിരുന്നു. ആൻഡ് ഭാഗ്യമെന്ന് വേണം പറയാം, എനിക്ക് അന്നത്തെ ആ കോമ്പറ്റീഷനിൽ തന്നെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. സോ അത് തന്നെ ആവണം പിന്നെയും കൂടുതൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്നുള്ളതായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ സ്റ്റാഫ്സിനും ഗൈഡ് ചെയ്യാൻ താല്പര്യം കൂടി. അപ്പോൾ അങ്ങനെയാണ് ഈ ഇന്നോവേഷൻസ് പോസ്റ്റർ ആൻഡ് പേപ്പർ പ്രസൻറ്റേഷൻ, സയൻറ്റിഫിക് പ്രസൻറ്റേഷൻസ് അങ്ങനെയുള്ളൊരു ഇതിലോട്ട് പോകാൻ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം BDS ആക്ച്വലി കുറച്ച് ഹെക്റ്റിക്കാണ്. ലൈക്ക് നമുക്ക് ക്ലിനിക്കൽ ഏരിയാസ് ഉണ്ട്, നമുക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, തിയറി പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഈ ആക്ച്വലി ഇത് അക്കാഡമിക്സിൻ്റെ പാർട്ട് തന്നെയാണ്, ബട്ട് ഡിഫറെൻറ്റ് ഫ്രം നമ്മളെ എക്സാംസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബാലൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ് സർ. കാരണം ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെഡ് ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് തരികയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു സാധനം വേണമെങ്കിൽ എക്സ്ട്രാ ടൈം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 മണി വരെ നമ്മൾ നോർമൽ ഷെഡ്യൂളുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷം ഒരു 1-2 മണി വരെ ഇരുന്നായിരിക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു എഡ്ജും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എല്ലാ സമയത്തും ഒരു എക്സ്ട്രാ എഫേർട്സ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടിട്ടുണ്ട്. ഡെയിലി വൈസിൽ തന്നെ എക്സ്ട്രാ എഫേർട്സുകൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡെയിലി എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എന്നാലും ഓരോ ഇവൻറ്റ്സ് വരുമ്പോഴും അതിനൊക്കെ ഒരു കോൺസ്റ്റന്റ് ഡെഡിക്കേഷൻ ആൻഡ് എഫേർട്ടാണ് ഇതിന് വേണ്ടത്. നമുക്കിപ്പോൾ ഒരു ദിവസം ചെയ്ത് നിർത്താൻ എന്നുള്ളത് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഒരു പോസ്റ്റർ പ്രസൻറ്റേഷനാണ് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞത്.
അപ്പോൾ അതിലൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ജിപ്സം റിസൈക്ലിങ്ങിനെ പറ്റിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനൊരു നമുക്കൊരു കറൻ്റ്ലി അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചിന്തിച്ചു. ആൻഡ് നമ്മളൊരു നമ്മളുടെ ഫിലിപ്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളത് തന്നെ പോയിൻറ്റ്സ് ഉപയോഗിച്ചാണ് അതിനെ മോഡിഫൈ ചെയ്ത് എക്കോ ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ റിസൈക്കിൾ ചെയ്യാം, ഇൻഡെഫിനിറ്റ്ലി ജിപ്സം റിസൈക്കിൾ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു ഐഡിയ ഫോം ആയത്. അപ്പോൾ എൻ്റെ സ്റ്റാഫ് തന്നെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഐഡിയ ഫെസ്റ്റ് എന്നുള്ളൊരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞതും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞതും സർ. അപ്പോൾ അതിൽ അപ്ലൈ ചെയ്തതാണ് ജീവിതത്തിൽ വേറൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാനുള്ളത്. അത് അപ്ലൈ ചെയ്തു. അതിലാണെങ്കിൽ റിഗറസ് സെലക്ഷൻ പ്രോസസ്സാണ് സർ, എസ്പെഷ്യലി സ്റ്റുഡൻസിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ പ്രോസസ്സ് പോയിട്ട് അതിലെനിക്ക് 3rd റാങ്കാണ് വന്നത്. ആൻഡ് അത് കിട്ടുന്ന ഫസ്റ്റ് BDS സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു, ഫോർച്ചുനേറ്റ്ലി. അത് കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അച്ചീവ്മെൻറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക റെയർലി എക്സ്പെഷ്യലി ഇൻ ഡെൻ്റൽ ഏരിയയിലേക്ക് സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു ലെവലപ്പ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയി എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. ബട്ട് മോർ ദാൻ ദാറ്റ് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു ലെസൺ എന്താണ്, ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് എന്താണ് തോന്നിയത് എന്നുള്ളത്? നമ്മൾ ഓരോ പുതിയ ഏരിയ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും സർ നമ്മൾ കൂടുതൽ വായിക്കേണ്ടി വരും, കൂടുതൽ അതിനെപ്പറ്റി അറിയേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഡെൻറ്റൽ ഫീൽഡിൽ സാറിന് അറിയാവുന്ന പോലെ തന്നെ സ്റ്റാർട്ടപ്സ് ഇല്ല. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ സാറായ ഡോക്ടർ ആദർശും കൂടെ ആദർശ് സാറും കൂടെ തുടങ്ങിയപ്പോൾ അത് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയ ഡെൻറ്റൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ഇപ്പോൾ നമ്മളുടെ സ്റ്റാഫ് അത് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളത് നമുക്ക് വേണ്ട സാധനം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് അവാർഡ്സ് ഞാൻ കണ്ടു, 45+ അവാർഡ്സ് കണ്ടു. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും അടിപൊളിയായിട്ടൊരു അവാർഡ് ഈ ദിസ് ഇയർ കിട്ടിയ ഫാംഡെൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ അവാർഡാണ്. സോ അത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു, അതിൻ്റെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അവാർഡ് അവിടെ അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ? സാർ സത്യമാണ് സാർ പറഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ ഒരുപാട് കിട്ടിയിട്ട് അങ്ങനെയല്ല, എന്നാലും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് അത് തന്നെയാണ്. കാരണം 11th എഡിഷനാണ് ഇത്തവണ നടന്നത്. കഴിഞ്ഞ 10 ഇയേഴ്സിലും നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോലും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരു കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അവാർഡ്സ് വിൻ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എൻ്റെ പേര് പെട്ടെന്ന് കേട്ടപ്പോൾ ഈവൻ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെൻഷൻ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് പോയത്. വിൻ ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് കേട്ടപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു. കാരണം അതാണ് ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അത് തന്നെയാണ്. So first of all, thanks to Famden for this wonderful opportunity. So the reason I came back to speak is because it would be so unfair if I couldn't acknowledge my mentors, Dr. Adarsh and Dr. Anjana, and my parents who should be watching from home right now. I wanted to tell Amma. So it's really a proud moment. Dr. Ashad is here with us, Dr. Sajjan Chandran. So we all from Kerala won awards, and it's a proud moment for all of us. So thank you all for this great opportunity. Thank you. Wonderful. Keep up the good work. Excellent. ആക്ച്വലി ഡെൻ്റലിൻ്റെ ഓസ്കാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇവൻ്റാണ്. ആക്ച്വലി ഡെൻ്റൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത് ഈ ഫാംഡെൻറ്റിൻ്റെ അവാർഡ് തന്നെയാണ്. സോ അത് വളരെ അത് വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു കരിയറിൽ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ചാലഞ്ചസ് എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു 5.5 വർഷം പഠിച്ചതിലും ആഫ്റ്റർ ദാറ്റ് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്? ചാലഞ്ചസ് സർ ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഇഷ്ടംപോലെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ BDS കരിക്കുലം ഭയങ്കര ഹെക്റ്റിക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഡ് ലൈൻ എക്സ്റ്റൻഷനോ എക്സ്ട്രാ ഡേയ്സോ ഒന്നും നമുക്ക് സ്റ്റാഫിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള സ്റ്റുഡൻസിന് അൺഫെയറുമാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ സമയം കുറയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കോംപ്രമൈസസ് നമ്മൾ ചെയ്യണം. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വി ബിഗാൻ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ ഒന്ന് ഒരു എക്സാംപ്ലിഫൈ നമ്മളുടെ ഒരു ഫീൽഡിൽ നമ്മൾ പ്രോപ്പർലി സ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ പേരൻസിനെ ആണെങ്കിലും ഫാമിലി ആയാലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അതായിരുന്നൊരു ഡ്രൈവിംഗ് ഫാക്ടർ സർ. പിന്നെ ചാലഞ്ചസ് ഇതല്ലാതെ അക്കാഡമിക്സ് അല്ലാതെ വേറെയും ഒരുപാട് പുറകെ നിന്ന് സംസാരിച്ചവരുണ്ട്, വലിച്ച് താഴെയിടാൻ ശ്രമിച്ചവരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ ഒരു വൈ വി ബിഗാൻ, വൈ വി ആർ ഡൂയിങ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളുടെ അടുത്ത് തന്നെ ചോദിക്കുമ്പോൾ നമുക്കൊരു കറേജ് വരും. തിങ്ക് ഓഫ് പാരൻസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ്,
ഈ സപ്പോർട്ട് ചെയ്യാത്തവരെക്കാൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ് ഇപ്പം നമ്മൾ വി ഓവ് ഇറ്റ് ടു ദം, നമുക്ക് അത്രയും ഒരു സപ്പോർട്ട് തരുമ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കണം, അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി. ഇപ്പോൾ നമ്മളെ കുറ്റം പറയുന്നവർ നമ്മളെ എന്താണ് അവർ തെറ്റാണെന്നുള്ളതല്ല, നമ്മളാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ടൈം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സർ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്. ഈ ചാലഞ്ചസിൻ്റെ ഇടയിൽ സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ട്സ് കോളേജിൽ നിന്ന് മെൻറ്റേഴ്സ് വഴി ഗൈഡൻസ് വഴിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ചാലഞ്ചസിനൊക്കെ ഓവർകം ചെയ്യാൻ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? സർ ഈ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ ഈ പറഞ്ഞ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്, അല്ല എന്താണ് ഒരു വൈറ്റൽ പാർട്ട് തന്നെയായിരുന്നു. അതിൽ ഇപ്പോൾ എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അനിയൻ, പിന്നെ അതല്ലാതെ നമ്മൾ കോളേജിൽ പോവുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് മെൻറ്ററായിരുന്ന ഡോക്ടർ അഞ്ജന മാം, പിന്നെ അതിനുശേഷം ഡോക്ടർ ആദർ സർ വന്നതോടെ എൻ്റെ കരിയർ എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് ഒക്കെ പറയുന്ന പോലെ ലോഗിന്ന് ലോഗിലോട്ടാണ്, യെസ്, ലാഗിന്ന് ലോഗ് ഫേസിലോട്ടാണ് അത് പോയത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കരിയർ ജമ്പ് സാറായിട്ട് ചെയ്തു തന്നു. പിന്നെ കോളേജിൽ വേറെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ചെയർമാൻ ദ വിഷണറി ഡോക്ടർ താഹ സർ ആൻഡ് സാറിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ നമ്മളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഫിയ താഹ മാം, അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ, പിന്നെ നമ്മളുടെ സുദീപ് സർ, അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കിട്ടി. അങ്ങനെയാണ് ഇതുവരെ എത്തിയത് സർ. ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നല്ല കുറച്ച് ആൾക്കാരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട്, ഈവൻ നമ്മളുടെ ആഷിഖ് സാറ് ഇപ്പോൾ ഇവിടെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അതൊക്കെ ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. ഒരു BDN സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കൂടെ ഇന്നുണ്ടായിട്ടുള്ളത്. ഡെഫിനറ്റ്ലി അവൻ്റെ ജേണി ഒരുപാട് സ്റ്റുഡൻസിന് ഇൻസ്പയറിംഗ് ആയിരിക്കും. സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടോ ആയിരിക്കും ഈ ഒരു ജേണി എന്നുള്ളതാണ്. തികച്ചും BDS എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡായി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ജേണിയാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെ ഇടയിലും. ബട്ട് അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ മനസ്സിലാവാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, നമ്മളുടെ പാഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ നമ്മുടെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തതിൽ. ഡെഫിനറ്റ്ലി ഇതേപോലത്തെ ഒരുപാട് ഇൻസ്പയറിംഗ് ജേണി ആയിട്ട് ഞങ്ങൾ കൂടുതൽ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ബൈ.